പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി തീർന്നിട്ടുള്ള രണ്ട് വേട്ടപ്പട്ടികളെ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന സയോണിസ്റ്റ് ഇസ്രായേൽ ഭീകരതയുടെ പ്രസിഡന്റ്, ഈ രണ്ട് വേട്ടപ്പട്ടികളെയും ആര് കല്ലെറിഞ്ഞു കൊല്ലും എന്ന ഒരു സ്വാഭാവികമായ ചോദ്യം ഏതൊരു മനുഷ്യസ്നേഹിയുടെയും ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതിനുള്ള ഉത്തരമാണ് ഇനിയുള്ള കാലം ലോകം കണ്ടെത്തേണ്ടത്. മുൻപ് സോവിയറ്റ് യൂണിയൻ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ USSR ഉണ്ടായിരുന്ന കാലത്ത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ എല്ലാ വിഷപ്പത്തികളും അടക്കി അടങ്ങിയൊതുങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കുന്ന ഒരു കാലം ആയിരുന്നു. ആ USSR എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ചേരി, USSR നേതൃത്വം കൊടുത്തിരുന്ന സോഷ്യലിസ്റ്റ് ചേരി ഇല്ലാതെ വന്നതാണ് ഇന്നിപ്പോൾ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയാം. സോഷ്യലിസ്റ്റ് ചേരിയിൽ ഇപ്പോൾ ഉള്ളത് ചൈന, വടക്കൻ കൊറിയ, അതുപോലെ വിയറ്റ്നാം, ക്യൂബ പോലുള്ള രാജ്യങ്ങളാണ്. പക്ഷെ അതിനകത്തൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ശാക്തിക ചേരിയായിട്ട് ഒരു സായുധ സമാധാനത്തിന് ഉതകും വിധം അമേരിക്കയുടെ ഭീഷണികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തിയായി, ശാക്തിക ചേരിയായി, ഒരൊറ്റ ബ്ലോക്കായി ഇത് മാറിയിട്ടില്ല എന്നതാണ് സത്യം. റഷ്യ തന്നെയാണ് ഇപ്പോഴും സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. അത് പുടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ല. എങ്കിലും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൽ അവരുടേത് മാതൃകാപരമായ മാതൃകയാണ്. അത് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ആ, ട്രംപും കൂട്ടരും, ട്രംപും നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഈ വിധം കാട്ടാളന്മാരായി തീർന്നത്? അവർ ഈ വൃത്തികെട്ട ദ്വയം എന്തുകൊണ്ട് ലോകരാഷ്ട്രീയത്തിൽ ഇത്ര ഭീകരന്മാരായി വിലസും? അവരുടെ മൃഗ മൃഗത്വം കൊണ്ടാണോ? അല്ല, അവരുടെ സാമ്പത്തിക സംവിധാനങ്ങൾ അതത് രാജ്യങ്ങളിൽ അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെ അവരുടെ മുതലാളിത്ത സംവിധാനത്തിന്റെ സ്വാഭാവികമായ പരാജയം, അവരുടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, തൊഴിലില്ലായ്മ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതിനെതിരെയൊക്കെ നിരവധി കലാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകെ അവരുടെ ഒരു കൺസോളിഡേറ്റഡ് ഗ്രൂപ്പ് ഇറക്കിയ ഒരു പത്രപ്രസ്താവനയുണ്ട്. ആ പത്രപ്രസ്താവനയിൽ പറയുന്നത് എന്താണെന്നോ? അമേരിക്ക ഈയിടെയായിട്ട് പിന്നെ നടത്തുന്ന യുദ്ധങ്ങളെല്ലാം അവരുടെ സാമ്പത്തിക അപജയത്തെ മറച്ചു വയ്ക്കാനുള്ളതാണ്. ആ സാമ്പത്തിക ക്രമം ആകെ തകർന്നിരിക്കുന്നു. ആ സാമ്പത്തിക തകർച്ചയുടെ ഉത്തരവാദിത്വം സാമാന്യ ജനത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കുതന്ത്രം കൂടിയാണ് അതെന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന് ഇറാന്റെ പ്രസിഡന്റ്, ഏറ്റവും നിയുക്തനായ പ്രസിഡന്റ് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധമല്ല. ഇങ്ങനെയൊക്കെയുള്ള ഇത് പിന്നെ പ്രസ്താവനകൾ ലോകത്തെ രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിക്കും. വർഗീയതയും രണ്ട് വർഗീയ ധ്രുവങ്ങളിലേക്ക് ലോകത്ത് തിരിക്കുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. സത്യം അതല്ല. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങളെ നിലനിർത്താനുള്ള അവസാനത്തെ ശ്രമമാണ് ട്രംപും നെതന്യാഹുവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ട്രംപിനറിയാം. അതുപോലെ തന്നെ നെതന്യാഹുവിനും അറിയാം. ജനശ്രദ്ധ തിരിച്ചുവിടാനും ഒരു വ്യാജ ദേശീയതയുടെ മുകളിൽ ജനങ്ങളെ ഏകോപിപ്പിക്കാനുമുള്ള വൃത്തികെട്ട ഒരു ശ്രമം മാത്രമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ ചില ഉദാഹരണങ്ങൾ മാത്രം മതി.
ഈ സമീപകാലത്തായി ട്രംപ് ഭരണകൂടം ശത്രുക്കളായി പ്രഖ്യാപിച്ച രാജ്യങ്ങളെ നോക്കൂ. വെനസ്വേല, ക്യൂബ, കാനഡ, മെക്സിക്കോ, ഗ്രീൻലാൻഡ്, ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്. അല്ല, അവിടുത്തെ സാമ്പത്തിക ആ, എന്താ പറയാ, ഉറവിടങ്ങളാണ് അവരുടെ നോട്ട്. അതിൽ മാത്രമാണ് ശ്രദ്ധ. പെട്രോളിയം, മിനറൽ പോലുള്ള കാര്യങ്ങളിൽ, ജൈവ സമ്പത്തിൽ ഏറ്റവും മികച്ച തോതിൽ നിൽക്കുന്ന ഈ ലോക രാജ്യങ്ങളെ കൂടി കീഴടക്കിയാൽ അവർക്ക് വേണമെങ്കിൽ പിടിച്ചു നിൽക്കാമെന്ന അവസ്ഥയാണുള്ളത്. ഇറാന്റെ കാര്യത്തിലും ഇറാഖിന്റെ കാര്യത്തിലും ട്രംപ്, അമേരിക്കൻ ഭരണകൂടങ്ങൾ അതത് കാലങ്ങളിൽ ഏതൊക്കെ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചു, അതൊക്കെ ഇത്തരം പെട്രോളിയം സമ്പത്തിൽ മുന്നിൽ നിന്നിരുന്നു എന്നതാണ്. അവിടെ വർഗീയതയല്ല, സാമ്പത്തികമാണ് പ്രധാനം. ഇതിനെ വർഗീയവൽക്കരിക്കുന്നതിലൂടെ ഈ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സാമാന്യ ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നും അവർ യഥാർത്ഥ കാര്യകാരണങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഈ സിയോണിസ്റ്റ് ഭീകരതയുടെയും അന്ത്യം കാണുന്ന സുദിനം